UDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ പോലീസ് കേസെടുത്തു. ലീഗ് നേതാവ് എ ഇർഷാദിനെതിരെയാണ് കായംകുളം പോലീസ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, നവമാധ്യമങ്ങൾ വഴി അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് IT വകുപ്പും ചുമത്തി. വിവാദ പരാമർശത്തിൽ എ ഇർഷാദിനെതിരെ കായംകുളം പോലീസാണ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, നവമാധ്യമങ്ങൾ വഴി അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് IT നിയമവും ചുമത്തിയിട്ടുണ്ട്. ഇർഷാദിനെതിരെ കേസെടുക്കാൻ നേരത്തെ ആലപ്പുഴ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു ജില്ലാ കളക്ടറുടെ നടപടി. അധിക്ഷേപ പരാമർശത്തിൽ യു പ്രതിഭ പോലീസിനും പരാതി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിനിടെയായിരുന്നു ഇർഷാദിന്റെ വിവാദ പരാമർശം. വിഷയം വിവാദമായതിനെ തുടർന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഇർഷാദിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തത്. UDF മണ്ഡലം ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഇയാളെ നീക്കി. സംഭവത്തിൽ ഇർഷാദ് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥി M ലിജു പരസ്യമായി യു പ്രതിഭയോട് മാപ്പ് പറയുകയും ചെയ്തു. ഖേദപ്രകടനം കൊണ്ട് കാര്യമില്ല എന്നും തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്നും യു പ്രതിഭ പ്രതികരിച്ചു. മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിലാണ് ഇന്ന് പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നത്. അതെല്ലാം അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു. നമ്മൾക്ക് ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു വിഷമത്തിലെ അവിടെ ആരെങ്കിലും അതിനെയൊന്ന് അവിടെ എതിർത്ത് ആ സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു മീറ്റിംഗാണ്, അവിടെ ഇരിക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരോ ആരെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ പറയേണ്ടത് എന്ന് ആരും പറയാതെ പിന്നീട് അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല, അത് അവരുടെ ഐഡിയോളജിയുടെ ഭാഗമായി അവർ ചെയ്യുന്നതാണ്. പക്ഷേ ആ സമയത്ത് ആരും വിലക്കിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സ് അടക്കം ആ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സൈബർ അധിക്ഷേപം തുടർന്നാൽ അതിനെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിഭ വ്യക്തമാക്കി. പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപം സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. വിഷയം പ്രചരണായുധമാക്കുകയാണ് LDF. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കായംകുളത്ത് പ്രതിഷേധ മാർച്ചും നടത്തിയിട്ടുണ്ട്. News 18 കായംകുളം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.